ശ്രീ KVS ഹരിദാസ് സർ, ഒരൊറ്റ മിനിറ്റിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ എന്ന് പറഞ്ഞു വന്ന ആൾ ഇപ്പോൾ ഇരിക്കുന്നൊരു അവസ്ഥ, ഒന്ന് US-ൻ്റെ ക്രെഡിബിലിറ്റി, ഈ ഒരു ട്രസ്റ്റ് വർത്തിനെസ് ഈ നമ്പാൻ കൊള്ളില്ല, ഡിപ്പെൻഡബിൾ അല്ല എന്നുള്ളൊരവസ്ഥയെ കൊണ്ട് എത്തിച്ചു എന്ന് പറയുന്നതിൽ ഒട്ടനവധി പ്രമുഖരുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നടക്കം. രണ്ട്, ഈ ഭാരതത്തെ ഡെഡ് എക്കോണമി എന്ന് വിളിച്ചതിനെ ആദ്യം തള്ളിപ്പറഞ്ഞതിൽ ഒരാൾ ഓസ്ട്രേലിയയുടെ ട്രേഡ് മിനിസ്റ്ററാണ്. അപ്പോൾ ഈ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഒരു ഭാഗത്ത് വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ 2025 ഭാരതത്തിൻ്റെ വർഷമായിരിക്കും എന്ന് ജയപ്രസാദ് സാർ പറയുമ്പോൾ, അതുപോലെ തന്നെ ട്രംപിൻ്റെ പതനത്തിൻ്റെയും തുടക്കമാകും. കാര്യം അമേരിക്കയെ പൂർണ്ണമായും തള്ളിപ്പറയാനൊന്നും ഭാരതം തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയുമായുള്ള ബന്ധം വെട്ടിമുറിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇരു രാഷ്ട്രങ്ങൾക്കും പരസ്പരം കൂടിയേ കഴിയൂ. ഭാരതത്തിന് അവിടെയുള്ള അവസരങ്ങൾ വേണം, അവിടുത്തെ പഠന സൗകര്യങ്ങൾ വേണം, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് വേണം. US-നാണെങ്കിലോ ഭാരതത്തിൻ്റെ ടാലൻറ്റ് പൂളും വേണം. അതുകൊണ്ട് ഈ വർഷം ഇതൊരുപക്ഷെ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ട ആള് അമ്പയെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയ്ക്ക് ആ പതനത്തിന് തുടക്കം ഈ കൈകൾ കൊണ്ട് തന്നെ ആകുമോ? ഒരു മിനിറ്റിൽ KVS ഹരിദാസ്. അല്ല, നരേന്ദ്രമോദിയോട് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം. നരേന്ദ്രമോദിയുടെ ഇന്ത്യയോട് കളിക്കുമ്പോൾ ശ്രദ്ധ വേണം എന്നുള്ളൊരു മെസ്സേജാണ് 2025 നൽകുന്നത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അത് ട്രംപിനും ബാധകമാണ്, ചൈനയ്ക്കും ബാധകമാണ്, ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ബാധകമാണ്. അതാണ് 2025 സ്പെഷ്യാലിറ്റി. താങ്ക് യു വെരി മച്ച് ഡോക്ടർ മോഹൻ വർഗീസ്. ഒരു 1.5 മിനിറ്റ് കൂടി വൈൻഡപ്പ് ചെയ്യണം. ദ ലാസ്റ്റ് വേർഡ്. ലാസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മെഗാ ഫെയിലിയറായി മാറുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇങ്ങനെ ഒരു ടേൺ ഓഫ് ഇവൻറ്റ് പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയും. ചൈനയും ഇന്ത്യയും തമ്മിൽ കൈകോർക്കും. ഒരുപക്ഷെ ബ്രിക്സിൻ്റെ പുനരുജ്ജീവനത്തിന് താൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം തൻ്റെ തന്നെ പ്രവൃത്തി കൊണ്ട് സംഭവിക്കും എന്ന് സ്വപ്നേന വിചാരിച്ച് കാണില്ല ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേശകർ ആര്? ഇത് വലിയ ചോദ്യമാണ്. ഇനിയുള്ള നാളുകളിൽ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് എന്താണ്? അമേരിക്കയുടെ പതനത്തിന് തുടക്കം ഇവിടെ 2025 തുടങ്ങുന്നു എന്നതാണ്. നമുക്ക് ഇതിനെ ഒരു സമ്മപ്പ് ചെയ്ത് തുടങ്ങാൻ കഴിയുന്നത്. അവിടെ ഒരു പുതിയ ലോകക്രമത്തിൻ്റെ ഉദയം ഈ ചർച്ചയുടെ പരിസമാപ്തി ഘട്ടത്തിൽ നിന്ന് പറയുകയാണ്. റഷ്യ, ഇന്ത്യ, ചൈന ഈ 3 രാജ്യങ്ങൾ സീൻ ഓൺ ദ സെയിം പേജ് അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ ദർ ഇസ് എ നോർമൽ ഷിഫ്റ്റ് ഇൻ ദ വേൾഡ് ഓർഡർ. ലോകക്രമം തന്നെ മറിയും. അത് ഇന്ത്യക്ക് ആത്യന്തികമായി പ്രയോജനകരമായിരിക്കും എന്ന ഒരു എൻഡ് വേർഡാണ് എനിക്ക് പറയാനുള്ളത്.